പാട്ടും ഒത്തും 5811 എന്ന എൻ്റെ ഈ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ വ്യത്യസ്തമായിട്ടുള്ള ഒരു പരിപാടിയായിട്ടാണ് വരുന്നത്. നമ്മുടെ ചലച്ചിത്ര ഗാനങ്ങളിലൂടെ ഓരോ ഗാനവും അതിൻ്റെ ലിറിക്സ് എങ്ങനെയൊക്കെയാണ് പോയത്, അതിൻ്റെ ഭാവന, സംഗീതം ചെയ്തത് ആരാണ്, ഇത്തരം കാര്യങ്ങളെക്കുറിച്ച് പറഞ്ഞുകൊണ്ടുള്ള ഒരു പ്രയാണം. അതിൽ ഇന്ന് ഒന്നാമത്തെ പാട്ട് നമ്മുടെ രവീന്ദ്രൻ മാഷ് സംവിധാനം ചെയ്ത ധനം എന്ന ചിത്രത്തിലെ PK ഗോപി എഴുതി KS ചിത്ര പാടിയ ഗാനമാണ്. അത് യമുന കല്യാണി രാഗത്തിലാണ് നടന്നത്. അപ്പോൾ 72 മേളകർത്ത രാഗത്തിൽപ്പെട്ട ഒരു രാഗമാണ് അതിൻ്റെ ഒരു ജന്യരാഗമാണ് യമുന കല്യാണി. അതിൻ്റെ ഭാവനയൊന്ന് നോക്കാം. PK ഗോപി ഒരുപാട് പാട്ടുകൾ എഴുതിയ ഒരു മഹൽ വ്യക്തിത്വമാണ്. ചീരപ്പൂവുകൾ കുമ്മ കൊടുക്കുന്ന നീലക്കുരുവികളെ, ചീരപ്പൂവുകൾ കുമ്മ കൊടുക്കണ നീലക്കുരുവികളെ, തെന്നലറിയാതെ അണ്ണാറ കണ്ണനറിയാതെ വിങ്ങിക്കരയണ കാണാപ്പൂവിൻ്റെ കണ്ണീരൊപ്പാമോ, ഊഞ്ഞാലാട്ടിയുറക്കാമോ, ചീരപ്പൂവുകൾ കുമ്മ കൊടുക്കണ നീലക്കുരുവികളെ. അപ്പോൾ ഭാവനയെ നമുക്കിങ്ങനെ കാണാൻ പറ്റും. ചീരപ്പൂവുകൾക്ക് ഉമ്മ കൊടുക്കുന്ന നീലക്കുരുവികൾ. അപ്പോൾ നീലക്കുരുവികൾ വന്നിട്ട് ഈ ചീരപ്പൂമ്പിൽ ഇങ്ങനെ ഇരുന്നിട്ട് അപ്പോൾ ഉമ്മ കൊടുക്കുകയാണ്. അപ്പോൾ അതിന് തേനൂറ്റി കുടിക്കുകയാണ്. അപ്പോൾ ആ പൂവിനോട് ചേർന്ന് നിൽക്കുകയാണ്, അതൊരു ഉമ്മ കൊടുക്കുക. പക്ഷെ അതിൻ്റെ ഇടയിൽ തെന്നലറിയാതെ, ആരൊക്കെ അറിയാതെ, തെന്നലറിയാതെ, കാറ്റ് പോലും അറിയാതെ, അണ്ണാറക്കണ്ണനറിയാതെ, അണ്ണാറക്കണ്ണന്മാരിങ്ങനെ പരന്ന് കിടക്കുകയാണല്ലോ, അവരറിയാതെ വിങ്ങിക്കരയണ കാണാപ്പൂവിൻ്റെ. അപ്പോൾ ചില പൂക്കളുടെ ഇടയിൽ എത്തില്ലല്ലോ, കാരണം അപ്പോൾ ചില പൂക്കൾക്ക് സങ്കടമാവും, എന്തിപ്പം എൻ്റെ അടുത്തേക്ക് ആ കുരുവി വന്നില്ലല്ലോ. അപ്പോൾ അങ്ങനെ വിങ്ങിക്കരയണ ഈ പൂവുകളും ഇതിൻ്റെ ഇടയ്ക്ക് ഉണ്ടാവും. ആ പൂവിൻ്റെ കണ്ണീരൊപ്പാമോ, ഊഞ്ഞാലാട്ടി ഉറക്കാം, അത്തരം അവരെയൊന്നും മൈൻഡ് ചെയ്യണ്ടേ. മൈൻഡ് ചെയ്യാത്ത ആളുകൾ ശരിക്കും ഇതിനോട് പിന്നാമ്പുറത്ത് ഒരുപാട് അർത്ഥങ്ങൾ നമുക്ക് കാണാൻ പറ്റും. ചില ആളുകളെ, അതായത് പ്രതിഭകളൊക്കെ ആദരിച്ചതിൻ്റെ ഇടയിൽ ചിലപ്പം ആദരിക്കപ്പെടേണ്ട അല്ലെങ്കിൽ വ്യക്തിത്വങ്ങൾ ചിലപ്പോൾ കാണാം, പക്ഷെ ആരും മൈൻഡ് ചെയ്യാതില്ല, അല്ലെ? അങ്ങനെ മൈൻഡ് ചെയ്യാതെ പോയിട്ടുള്ള ദുഃഖം അനുഭവിക്കുന്ന ഒരുപാട് ആളുകൾ നമ്മുടെ ഇടയിൽ ഉണ്ട്. അപ്പോൾ ആ രീതിയിൽ നമുക്കിതിനെ ചിന്തിക്കാൻ പറ്റും. പിന്നെ അടുത്ത ഇപ്പോൾ ഈ പണ്ടത്തെ ആളുകൾക്കൊക്കെ അറിയണ്ടാവുള്ളൂ ഈ നിലപ്പന, മുത്തങ്ങ എന്നൊക്കെ സാധനങ്ങൾ. അപ്പോൾ തെക്കേ മുറ്റത്തുള്ള മുത്തങ്ങ പുല്ലിൽ മുട്ടിയുരുമ്മിയിരിക്കണ പച്ചക്കുതിരകളെ. പച്ചക്കുതിരകളെ ഏതാ? ഈ പച്ചപ്പയ്യ എന്ന സാധനമല്ലേ, അതാണ് പച്ചക്കുതിര. അപ്പോൾ അത് ഈ ശരിക്കും പറഞ്ഞാൽ പിന്നെ മുത്തങ്ങ പുല്ലിങ്ങനെ ഇടയ്ക്ക് ഇങ്ങനെ ചാടിക്കളിച്ച് ഇങ്ങനെ മുട്ടിയുരുമ്പി ഇങ്ങനെ പൂണാണ്. അതാണ് കവിയുടെ ഭാവന. എന്ത് രസമുണ്ടല്ലേ. തെക്കേ മുറ്റത്തേ മുത്തങ്ങ പുല്ലിൽ മുട്ടിയുരുമ്മിയിരിക്കണ പച്ചക്കുതിരകളെ, വെറ്റില നാമ്പു മുറിക്കാൻ വാ, കസ്തൂരി ചുണ്ണാമ്പു തേക്കാൻ വാ, കൊച്ചരി പല്ലു മുറുക്കിച്ചു വെക്കുമ്പോൾ മുത്തശ്ശി അമ്മയെ കാണാൻ വാ. കൂട്ടിൽ നോക്കിയാൽ അനുപല്ലവിയിലേക്ക് കിടക്കാം. അനുപല്ലവി അതിന് രസമുണ്ട്.
മേലേ വാര്യത്തേ പൂവാലി പയ്യേ നക്കി തുടച്ചു മീനുക്കിയൊരുക്കണ കുട്ടി കുറുമ്പുകാരി. നക്കി തുടച്ച് മേലെ വാര്യത്തെ, വാര്യം എന്ന് പറഞ്ഞൊരു വീടാണല്ലോ, വാര്യത്തെ വീട്ടിലെ പൂവാലിപ്പയ്യ് അതിൻ്റെ കുട്ടീനെ നക്കി തുടച്ച് ഇങ്ങനെ ആ ചെറിയ കുറുമ്പത്തി കുട്ടിയാണ്. കിങ്ങിണി മാലകിലുക്കാൻ വാ കിന്നരി പല്ലു കടിക്കാൻ വാ തൂവെള്ളക്കിണ്ടിയിൽ പാലു പുതയുമ്പോൾ തുള്ളിക്കളിച്ചു നടക്കാൻ വാ. പാല് പതയുമ്പോൾ എന്നാട്ടോ, തെറ്റിപ്പോയതാണ്. അപ്പോൾ ശരിക്കും തൂവെള്ളിക്കിണ്ടിയിൽ പാലിങ്ങനെ കറക്കുമ്പോൾ പാല് സിർ സിർ എന്ന് പറഞ്ഞാൽ പത ഉണ്ടാവുമല്ലോ, അതാണ്. അപ്പോൾ വെള്ളക്കിണ്ടിയിൽ പാല് പതയുമ്പോൾ തുള്ളിക്കളിച്ച് നടക്കാൻ വാ. അപ്പോൾ എത്ര നല്ല ഭാവന പോകുന്നത്, എന്തൊരു രസമാണ് നമ്മൾ കാണാത്ത ഓരോ കാര്യങ്ങൾ. അപ്പോൾ നമ്മൾക്കിപ്പോൾ പ്രകൃതിയിൽ ഓരോ കാര്യങ്ങൾ എന്തെല്ലാം കാണുന്നുണ്ട്. കവികൾക്കുള്ള ഭാവനയുള്ള ആളുകൾക്ക് അതെല്ലാം കവിതയായിട്ട് ചുരന്ന് വരും. അപ്പോൾ അതാണ്. അപ്പോൾ ഏത് സമയത്ത് വരുമെന്നൊന്നും പറയാൻ പറ്റില്ല എന്നാണ് കവികൾ പറയുന്നത്. എപ്പോഴാണ് ഈ പാല് ചുരന്ന് വരിക എന്ന് പറയാൻ പറ്റില്ല. അപ്പോൾ എന്തായാലും ഇത് നല്ലൊരു ഭാവനയുള്ള പാട്ടാണ്. ധനം എന്ന സിനിമയിലുള്ള ഈ പാട്ട് എല്ലാവരും ഒന്ന് കേട്ടു നോക്കുക. ചിത്ര അതിഗംഭീരമായിട്ട് പാടിയിട്ടുണ്ട്. ചീരപ്പൂവുകൾ കുമ്മ കൊടുക്കണ നീലക്കുരുവികളെ തെന്നലറിയാതെ അണ്ണാറ കണ്ണനറിയാതെ വിങ്ങിക്കരയണ കാണാ പൂവിൻ്റെ കണ്ണീരൊപ്പാമോ ഊഞ്ഞാലാട്ടിയുറക്കാമോ ചീരപ്പൂവുകൾ കുമ്മ കൊടുക്കണ നീലക്കുരുവികളെ. നന്ദി, നമസ്കാരം. എപ്പിസോഡ് മുഴുവൻ ഈ പാട്ടിനെ കുറിച്ചുള്ള മുഴുവൻ കാണുക. പരമാവധി സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക ആൻഡ് ഷെയർ ചെയ്യുക. താങ്ക് യു. നന്ദി, നമസ്കാരം.